ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വേണുവിനെയും രേവതിയെയുമാണ് കാണിക്കുന്നത്. എന്തായാലും അവരൊക്കെ മലയ്ക്ക് പോകാനിരിക്കുന്നത് കൊണ്ടാണ് മോളെ ഞാൻ പിന്നെ ഇവിടെ നിന്നോട്ടെ എന്ന് കരുതിയത്. മോളെ, അനി എന്തായാലും വിളിക്കാൻ കൂട്ടാക്കാത്ത സ്ഥിതിക്ക് മോൾ അങ്ങോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പം കൂടെ അനിയുടെ അമ്മ എന്നെ വിളിച്ചതേ ഉള്ളൂ. എത്ര പറഞ്ഞിട്ടും അവനെന്നെ വിളിക്കാൻ വരുന്നില്ല എന്നാ അമ്മ പറഞ്ഞത്. അത് കേട്ടതും വേണു, അവൻ വിളിക്കാൻ വരുന്നില്ലെങ്കിൽ മോൾ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പിന്നെ മോൾ ജീവിതകാലം മുഴുവനും ഇവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒന്ന് പോവച്ചാ, എനിക്ക് പറ്റത്തൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവൻ എന്നെ തീരെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഇനിയും ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിലേ അതവിടെയുള്ളവർക്കൊക്കെ ഒരു തരമാവും. പിന്നെ എനിക്ക് ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ വിളിക്കുമ്പോഴേ ഞാൻ പോകും. മോളെ, നീ അവിടെ നിന്ന് ഇവിടെ വന്ന് നിന്നാ നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. നീ അവിടെ നിന്നാലേ നമുക്ക് ഗുണമുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്. ആ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ എന്താ നട്ടല്ലില്ലാതെ പോയത്? എല്ലാവരും ആ നയനെ തന്നെ പൊക്കി പറയുക. അവളുമാരെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് കരുതി നടക്കുക. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അജയനെ ഒന്ന് കാണട്ടെ, പിന്നെ ദേവയാനിയെയും കാണണം. കാരണം ദേവയാനിയെ കണ്ടാലേ കാര്യങ്ങൾ നടക്കും. ദേവയാനി മാത്രമേ അനന്തപുരിയിൽ ഇത്തിരി വിവരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു റെഡിയാവുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ്. ഏട്ടൻ ഓർമ്മയുണ്ടോ? അന്ന് നയനമ്മളുടെ കഴുത്തിൽ ആദർശ് താലി കിട്ടിയ സമയത്ത് പൂജാരി പറഞ്ഞ കാര്യങ്ങൾ? ആ ദിവസം നല്ലൊരു ഗുണമുള്ള ദിവസമായിട്ടും നല്ല അത്ഭുതകരമായ ഒരു ദിവസമായിട്ടൊക്കെയല്ലേ ആ പൂജാരി വിശേഷിപ്പിച്ചത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നയനമോളുടെ നല്ല ഗുണമാണ്. അത് പൂജാരി പറഞ്ഞത് ശരിയാ ജയേട്ടാ. കാരണം കണ്ടില്ലേ, ഇപ്പം തന്നെ നയനമോള് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അന്നേരം നമ്മുടെ വീട്ടിൽ ശ്രീധനൊന്നും കൊണ്ടല്ല മോള് വന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അവൾ ഉണ്ടാക്കി തന്ന ബിസിനസ് കോടികളുടെ ബിസിനസ്സാണ്. അതൊക്കെ ഏട്ടനൊന്ന് മനസ്സിലാക്കിയേ. അതെ, അവൾ ഒരു തുള്ളി ശ്രീധനം പോലും തന്നിട്ടില്ലെങ്കിലും പാവപ്പെട്ട കുടുംബമാണെങ്കിലും നയനമോള് കാരണം നമുക്ക് കിട്ടിയ ലാഭം എന്തോരാ ജയേട്ടാ. അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ? എനിക്കറിയാം അജയ, എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ മോൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ പോലും മോള് മേടിക്കില്ലല്ലോ. അതുകൊണ്ട് ആ കോടികളൊക്കെ മോളുടെ അക്കൗണ്ടിലേക്ക് ഇടാനാ പറഞ്ഞിരിക്കുന്നത് ഞാൻ. ആദർശത് ചെയ്തോളാന്നും പറഞ്ഞിട്ടുണ്ട്. നയനമോള് കൊണ്ടുത്തന്ന ഭാഗ്യം നയനമോൾക്ക് തന്നെ ഉള്ളതാ. നയനമോളുടെ അവകാശം ആരും തട്ടിയെടുക്കാൻ പാടില്ല. കാരണം നയനമോള് കാരണം അവരുടെ കുടുംബമെങ്കിലും രക്ഷപ്പെടട്ടെ. നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അവരുടെ കുടുംബമെങ്കിലും രക്ഷപ്പെടണമല്ലോ. നയനമോളുടെ അച്ഛന് സുഖമില്ലാത്തതാ. ആ സമയത്ത് നയനമോള് എന്തെങ്കിലും സഹായിച്ചോളുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് വേണു വരുന്നത്. വേണു വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ അജയൻ വരുന്നു. വായ തുറന്ന സംസാരിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ. അത് കേട്ടതും അജയൻ അങ്ങോട്ട് നോക്കുക. ഇയാളോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാനമില്ല, ബാക്കിയുള്ളവൻ്റെ സമാധാനം കളയാനായിട്ട് വരിക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജയനും നിൽക്കുകയാണ്. ഈ സമയം എവിടെ ദേവയാനി ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ദേവയാനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും ജയൻ. എന്തായാലും നിങ്ങളുടെ വീട്ടിലെ ഇളയ മരുമകൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. അത് അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ. അത് കേട്ടതും എൻ്റെ മോൾക്കൊരു അഹങ്കാരവും ഇല്ല. നിങ്ങളുടെ കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കുന്ന. എന്നാൽ അവിടെയുള്ള ആണുങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് ഞാൻ വൈകിയല്ലേ അറിഞ്ഞത്. അതെ, എൻ്റെ മോൻ ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവും. തൻ്റെ മോള് അത്രയ്ക്ക് ഗതികെട്ട് ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിലെ 2 മരുമക്കളുണ്ട്. ആ മരുമക്കളുടെ അമ്മയാ അവൾ അപമാനിച്ചത്. അവളുടെ അനിയത്തിയാ അമ്മ അപമാനിച്ചത്. അവൾ അപമാനിച്ചത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോൻ തല്ലിയതിന് ഞാൻ അവന് കൈ കൊടുക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ അവനില്ലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്താനായിരുന്നു. എന്തായാലും ഒരു മുതിർന്നവരെ ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത്. അത് ശത്രുവായാലും മിത്രമായാലും. അല്ലാതെ മുതിർന്നവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാനും മാത്രം അഹങ്കാരമുള്ളൊരു മകളായിട്ട് നിങ്ങളാ അവളെ വളർത്തിയിരിക്കുന്നത്. അജയ, അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ നന്ദുവിനെ ഇവിടെ കണ്ടതുകൊണ്ടാണ് അവൾക്ക് ദേഷ്യം കയറിയത്. അനിയും നന്ദുവും കൂടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിക്കണമായിരുന്നു കല്യാണത്തിന് മുമ്പ് തന്നെ. അതൊന്നും മനസ്സിലാക്കാതെ അവരെന്തിനാ ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വന്ന് അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നന്ദു അനിയെ കാണാനല്ല വന്നത്, അവളുടെ ചേച്ചി നയനയെ കാണാനാ. ഇത് കേട്ടാൽ തോന്നുമല്ലോ അവളുടെ ചേച്ചിയാണ് ദേവയാനി ചേച്ചിക്ക് കരൾ കൊടുത്തതെന്ന്.
ദേ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ കാക്ക മലർന്നു വേണു താൻ പൊയ്ക്കേ, വെറുതെ ചൊറിയുന്ന വർത്താനം പറയാതെ എന്നും നമ്മുടെ അജയൻ. ഞാൻ പോകാൻ തന്നെയാ വന്നത്, പക്ഷേ ദേവയാനി ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നി. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവയാനി ചേച്ചിക്ക് മാത്രമേ ആ അനന്തപുരി തറവാട്ടിൽ നല്ല മനസ്സുള്ളൂ. അതുകൊണ്ടാണ് ദേവയാനി ചേച്ചിയെ കാണണമെന്ന് തോന്നിയത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് വേണു അങ്ങ് പോവുക. ഈ സമയം എൻ്റെ ഈശ്വര, എന്തൊരു കഷ്ടകാലം പിടിച്ച നേരത്താണാവോ ആ അനാമികയെ പിടിച്ച് അനിയെ കല്യാണം കഴിപ്പിക്കാൻ തോന്നിയത് എന്നൊക്കെ പറയുവാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. ജലജയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ജാനകി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തൊരു കഷ്ടമായത്, ആ അനാമിക പോയിട്ട് ഇത്രയും ദിവസമായി, എന്നിട്ട് അവനൊന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ ജലജയെ? എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. പറഞ്ഞു നോക്കി, ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ കേൾക്കണ്ടേ? കേൾക്കാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വീട്ടിലെ ആണുങ്ങൾ മുഴുവനും ആ നയനയെ നവ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അജയൻ വരിക. അജയൻ വന്നതും എവിടെ പോയതായിരുന്നു എന്നും ജാനകിയുടെ ചോദ്യം. ഇരിക്കുന്നു. ഞാനേ ഹോസ്പിറ്റൽ വരെ പോയതാ. ഞാൻ കരുതി മോൻ മരുമോളെ തല്ലിയതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയതായിരിക്കുമെന്ന്. നമ്മുടെ മോൻ ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവും. അനാമികയുടെ കയ്യിലിരിപ്പുണ്ടല്ലേ അവൾക്ക് തല്ല് കിട്ടിയത്. അതിനിപ്പോൾ വലിയ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ അജയേട്ടാ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ ചെയ്തത് തെറ്റാണ്, അത് തിരുത്തേണ്ടതിന് പകരം നിങ്ങളവനെ സപ്പോർട്ട് ചെയ്യുക. അതെ, പെണ്ണുങ്ങൾക്കിടെ കരണത്ത് കൈവച്ച ചരിത്രം അനന്തപുരി തറവാട്ടുകാർക്കില്ല എന്ന അനിയായിട്ട് അത് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ തെറ്റ് തന്നെയാണ് അനാമിക ചെയ്തത്. അല്ലാതെ വെറുതെ ഒന്നും എൻ്റെ മോൻ തല്ലില്ലല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടതും ശരിയാണ്, വെറുതെ ഒന്നും നമ്മുടെ മോൻ തല്ലില്ല. പക്ഷേ എന്തായാലും അനാമിക മോളെ തല്ലിയത് തെറ്റായിപ്പോയി. അത് അവളുടെ കുടുംബക്കാരോട് അവൾ ദേഷ്യം കാണിച്ചെന്ന് കരുതി ഇവനെന്താ പ്രശ്നം? അതെ, നയനമോളെ എൻ്റെ മോൻ കാണുന്നത് സ്വന്തം ഏട്ടത്തിയായിട്ടല്ല, സ്വന്തം അമ്മയായിട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും അവൻ പ്രതികരിച്ചു എന്ന് വരും. അത് നയനമോളുടെ കുടുംബത്തെ അപമാനിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നീ കൂടുതലൊന്നും അനാമികയെ സപ്പോർട്ട് ചെയ്യേണ്ട ജാനകി. ഞാൻ സപ്പോർട്ട് ചെയ്യും അജയേട്ടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമോള് അനാമിക മോളെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഞാൻ നിൽക്കും. അത് കേട്ടതും എന്നാ പിന്നെ നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്. ഈ വീട്ടിൽ 3 കൊച്ചുമക്കളുണ്ട് മരുമക്കളായിട്ട്. അതിൽ ആത്മാർത്ഥതയും സ്നേഹവും കരുതലും നമ്മുടെ നയനമോൾക്ക് മാത്രമേ ഉള്ളൂ. അത് കേട്ടതും പിന്നെ ഇത് കേട്ടാൽ തോന്നും അവളാണ് ഏട്ടത്തിക്ക് കരൾ കൊടുത്തതെന്ന്. അങ്ങനെ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കായിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് അവളതൊന്നും ചെയ്യത്തില്ലല്ലോ. അത് കേട്ടതും ഈശ്വര, അവൾ തന്നെ അത് ചെയ്തത്. അതറിഞ്ഞ ഇവരൊക്കെ എല്ലാം ദേവയാനിയോട് പറയും. ഇല്ലായിരുന്നെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുക്കായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് അജയൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നയനമോളുടെ കുടുംബത്തെ പറഞ്ഞതിനാ അനാമികയെ തല്ലിയത്. ഇനി നീയും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. തല്ലണോ? എന്നാ തല്ല്, എന്നെ തല്ലിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അനാമികയെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ എനിക്ക് ഉറക്കമില്ല എന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ നിൽക്കുക. ഈ സമയം നവ്യ അങ്ങോട്ട് വരിക. നവ്യ വന്നിട്ട് ഇളയച്ച, എന്താ ഇളയച്ച കാണാത്തെ? നയനെ ഇങ്ങോട്ട് കാണാത്തെ? അത് പിന്നെ മോളെ, നയന ഇപ്പോൾ വീടും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് നിൽക്കുക. ഇങ്ങോട്ട് നയനമോള് വരുന്നത് ദേവയാനിക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഏട്ടത്തിയുടെ ഇഷ്ടം നോക്കിയിട്ടാ ആദർശ് അവളോട് വീട്ടിൽ പോയി നിന്നോളാൻ പറഞ്ഞത്. പാവം എൻ്റെ നയന, അവൾ എപ്പോഴെങ്കിലും വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം അജയൻ മുകളിലോട്ട് പോയി. ജാനകിയും ദേഷ്യപ്പെട്ടങ്ങ് പോയി. അപ്പോൾ ജലജ, എടി നിൻ്റെ അനിയത്തി നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുമല്ലേ, അപ്പം നിനക്കും കുറച്ച് ദിവസം പോയി നിന്നൂടെ? എന്തിന്? എനിക്കതിൻ്റെ ആവശ്യം എന്താ? ഒരു കാര്യം ഞാൻ പറയാം, ആ പേരും പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. എന്തൊക്കെയായാലും ഞാനേ ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാ, അല്ലാതെ എൻ്റെ വീട്ടിലല്ല. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാ നവ്യ. നീ ഇവിടെ നിന്ന് പോയാലേ മനുഷ്യന് ഇത്തിരി സമാധാനം കിട്ടും, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പോയാൽ എനിക്ക് താമസിക്കാൻ എൻ്റെ സ്വന്തം വീടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഏതെങ്കിലും വീടുണ്ടോ പോകാൻ? എവിടെ പോയി താമസിക്കും? ഏതെങ്കിലും കടവരാന്തയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും റോട്ടിലോ കടന്ന് ഉറങ്ങേണ്ടി വരും, പാലത്തിനടിയിലൊക്കെ.
അതുപോലും അറിയാതെയാ ഇങ്ങനെ കിടന്ന് ഒരുപാട് അഹങ്കരിക്കുന്നത്. ദേ ഞെട്ടറ്റ കടക്കേല. അതൊന്ന് ആലോചിച്ചോളാം, മനസ്സിലായല്ലോ? അതുകൊണ്ട് ദേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും എനിക്കും അറിയാം നിങ്ങളുടെ കുറേ ചരിത്രങ്ങളൊക്കെ. അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ ഒതുങ്ങി മാറി നടന്നാൽ നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുക. ഈ സമയം മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. എന്നാലും നയനമോൾ എന്താ ഇങ്ങോട്ട് വരാത്തത്? നയനമോളില്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ വീട്ടിൽ നന്നായിട്ട് അറിയുന്നുണ്ട്. അതെ, എനിക്കും ഇദ്ദേഹം പറഞ്ഞതുപോലെ നയനമോളെ കാണാതെ ഉറക്കം വരുന്നില്ല. പാവം മോള്. മോൾ ഒരുപാട് പഴി കേൾക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആദർശ് മോൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പോഴേക്കും നമ്മുടെ ജാനകി വരിക. എന്താ ജാനകി, എന്തു പറ്റി? നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. എങ്ങനെ വിഷമമില്ലാതിരിക്കും ഏട്ടത്തി? അത്രയ്ക്ക് സങ്കടം എൻ്റെ കാര്യം അമ്മേ, അത്രയ്ക്ക് സങ്കടം എൻ്റെ കാര്യം. എന്താ നിനക്ക് പറ്റിയത്? അത് പിന്നെ അനാമിക പോയിട്ട് ഇത്ര ദിവസമായില്ലേ? അതിന് അവൾ നമ്മളാരും പറഞ്ഞിട്ട് പോയതല്ലല്ലോ, അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. അച്ഛാ, അവൾ ഇറങ്ങിപ്പോയാലും അവളെ വിളിക്കേണ്ട കടമ അവളുടെ ഭർത്താവിനില്ലേ? അത് എന്താ ഞങ്ങളാണോ അവളെ വിളിച്ചുകൊണ്ട് വരേണ്ടത്? അനിയല്ലേ, പോയ അനിയോട് പറ. അവൻ പോകുന്നില്ല അച്ഛാ, എത്ര പറഞ്ഞിട്ടും അവന് പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അതൊന്നും എനിക്കറിയില്ല. ഭാര്യയെ തല്ലിയിട്ട് അച്ഛൻ മോനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മോൻ അവൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. അനാമികയെ വിളിക്കാൻ പോകുന്നില്ലെങ്കിൽ അവളുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റുണ്ടെന്നല്ലേ കരുതേണ്ടത്. അത് മനസ്സിലാക്കാതെ നീ നിന്റെ മരുമകളെ മാത്രം ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട ജാനകി. ഇവിടെ നയനമോളില്ലാത്തതിൻ്റെ കുറവ് ഒന്ന് നികത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാ അവൾ വേറെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നേ. നയനമോളില്ലാതെ ഒരു മനസ്സമാധാനമില്ല. ഇവിടെ ഇത് തന്നെ, എവിടെ നിന്നാലും നയന നയന നയന, ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല എന്നും ജാനകിയുടെ ചോദ്യം. അത് കേട്ടതും നിനക്കതിൻ്റെ ഗുണം അറിയാത്തതുകൊണ്ടാ. നയനമോളിടുന്ന കോലം കണ്ടുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോഴുള്ള ആ സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ. അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നിൻ്റെയൊക്കെ കണ്ണിലും മനസ്സിലും കരടാ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അവൾ മാത്രം നല്ലവള്, അവളുടെ കുടുംബക്കാരും ഞങ്ങളൊക്കെ പാപ്പർ. ശരി, കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാനെന്താന്ന് വെച്ചാൽ ചെയ്തോളാം. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളെ ഞാൻ വിട്ടുകളയില്ല, അതുറപ്പാ എന്നും പറഞ്ഞ് ജാനകി ദേഷ്യപ്പെട്ടങ്ങ് പോവുക. എന്നാലും ഈ അനാമിക കാരണം കുടുംബത്ത് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അനിയൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷെ അവന് ക്ഷമിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ്. നയനയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് കനക ഇങ്ങനെ ഇരിക്കുക. എന്നാലും ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുമെന്ന് അമ്മ എൻ്റെ പേടി. ചേച്ചിയെ വിളിച്ച് അച്ഛനും നയന വീട്ടിലേക്ക് വന്നാന്ന് ചോദിച്ചാൽ നവ്യേച്ചി എങ്ങാനും ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ സംശയവും. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അച്ഛൻ അറിയുന്നെങ്കിൽ അങ്ങ് അറിയട്ടെ മോളെ, എന്തായാലും പറയാനുള്ളതാ. അപ്പം പിന്നെ അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും അമ്മേ, നല്ല പേടിയുണ്ട് എനിക്ക്. കാരണം പെട്ടെന്നുള്ള ഷോക്ക് അച്ഛന് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. ഈ സമയം നമ്മുടെ നയന എന്തായാലും ഇതോടുകൂടെ വീട്ടിൽ വന്ന് നിൽക്കാമല്ലോ കുറച്ച് ദിവസം സമാധാനത്തോടെ. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അമ്മേ, ഈ ദേവയാനി സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ഇനി മോളെ സ്നേഹിക്കുമായിരിക്കും അല്ലേ? അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലമ്മേ. കാരണം അങ്ങനെ സ്നേഹിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ പിന്നെ അതിനായിരിക്കും വിമർശം. ആദർശേട്ടനോടായിരിക്കും കൂടുതൽ എല്ലാം മറച്ചു വെച്ചതിന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, അല്ല അതിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുമ്പോൾ നവ്യ ഫോൺ വിളിക്കുന്നത്, ചേച്ചിയെ വിളിക്കുന്നത്. ഹലോ ചേച്ചി. എന്താ മോളെ, നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? ഞാൻ വരാം ചേച്ചി, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാലും ശരിയാവില്ല. വെറുതെ എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കാൻ അങ്ങോട്ട് പോകണ്ടെന്ന് ആദർശേട്ടനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലും വീട്ടിലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ മോളെ, വെറുതെ നിന്നെ ഇഷ്ടമില്ലാത്ത അമ്മായിയമ്മയെ സേവിച്ച് നീ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇങ്ങോട്ട് പോര്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ചേച്ചി. എത്രയൊക്കെയായാലും ആദർശേട്ടനും അച്ഛനും ഇവിടെ നിന്ന് ബുദ്ധിമുട്ടുമ്പോൾ ഞാനും അങ്ങോട്ട് വന്നിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. എന്തൊക്കെയായാലും നിന്നെ സ്നേഹിക്കാത്ത അവരുടെ അടുത്ത് പോയി നിൽക്കുന്നത് തെറ്റാണ് അതിനെ. പിന്നെ നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര വിഷമം. എന്നാൽ പിന്നെ ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് വാ. നിൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു മാറ്റം. ഒന്നുമില്ല ചേച്ചി, അത് ഇന്നലെ ഉറക്കമൊഴിഞ്ഞായിരുന്നു, അതിൻ്റേതാ ചേച്ചി. എന്നാൽ കുഴപ്പമില്ല. ശരി നയനെ, എന്നാൽ പെട്ടെന്ന് വരാൻ നോക്ക് കേട്ടോ. ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം നവ്യയ്ക്ക് എന്തോ സംശയം തോന്നി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയും വേണുവിനെയും
രേവതിയുമാണ്. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിൽ കൊണ്ട് വണ്ടി നിർത്തുക. ഓ, ഇവിടേക്ക് വന്നത് നന്നായി. കുറേ നാളായി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അനന്തപുരിൽ എല്ലാവരും മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നുണ്ട്. പച്ചടിയും കിച്ചടിയും ഒക്കെ ആയിരിക്കുമല്ലോ. നമുക്കിവിടെ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാം. ആ, അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും അകത്തേക്ക് ചെല്ലുക. അപ്പം മാല ഇട്ടിട്ട് അബി അവിടെ ഇരുന്ന് കാണിക്കുന്ന തോന്നിയാസം. അതെ, റെസ്റ്റോറൻറ്റിൽ വേറൊരു പെണ്ണുമായിട്ട് കിന്നരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അനാമികയുടെ അമ്മ ദേ നോക്കിയ മോളെ, അതാരാന്ന്? ആ, അബിയേട്ടൻ പെണ്ണ് വിഷയത്തിൽ ഇത്തിരി പെശകാന്ന് കേട്ടിട്ടുണ്ട്. ഓ, അത് പിന്നെ ഇല്ലാതിരിക്കോ? അതുപോലെയല്ലേ അവൻ്റെ ഭാര്യ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കണം. അപ്പോൾ ആ പെണ്ണ്, അബി ദേ നോക്കിയ നിൻ്റെ വീട്ടുകാർ. അത് കേട്ടതും അബി തിരിഞ്ഞു നോക്കണം. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.